വാഴ്ത്തമാറാട്ടെ. പ്രത്യേക കർത്താവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവിൻ്റെ വലിയ ദാസൻ, അതുപോലെ തന്നെ കർത്തൃദാസി, കടന്നു വരുന്ന എല്ലാ ദൈവമക്കൾ, പ്രത്യേകാൽ പിലിസി ആൻറ്റിയോടൊക്കെ ശേഷം ആൻറ്റിയോട് ഒപ്പം ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, കർത്താവിൻ്റെ വചനവുമായി ഹല്ലേലൂയ സ്തോത്രം നിങ്ങളുടെ മധ്യമായിരിക്കാൻ കർത്താവ് അടിയന് തന്ന വലിയ ദയയ്ക്കും വിശ്വസ്തയ്ക്കുമായി ഞാൻ നന്ദിയോട് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും പ്രാരംഭമായി നിങ്ങൾ ഓരോരുത്തരെയും ദൈവ നാമത്തിൽ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ നന്ദിയെ ഞാൻ പ്രാരംഭമായി അറിയിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. വളരെ യാദൃച്ഛികമായിട്ടാണ് ഇന്ന് പാലക്കാലം ഇപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനവുമായി ഞാൻ ആയിരിക്കുന്നത്. ഇപ്രകാരം അങ്ങനെ ഒരു ദൈവ ആരാധനയോടനുബന്ധിച്ച് ഒരു ദൈവവചന ധ്യാനത്തിനായുള്ള അവസരങ്ങൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ ഒരു മെയിൻ ഒരു മെസ്സേജ് അല്ല ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടില്ല. പലപ്പോഴും ദൈവസന്നിധിയിൽ അല്ലാതെ തന്നെ ദൈവവചന സന്ദേശം നൽകാനുള്ള അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്രകാരം ഒരു അവസരം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ്, വളരെ യാദൃശികമായിട്ടാണ് എനിക്ക് കടന്നു വന്നിരിക്കുന്നത്. അതിനായിട്ട് അവസരം നിന്ന പ്രിയ കർത്തദാസിനോടുള്ള നന്ദിയെ വന്ദനത്തെ ഞാൻ ഹൃദയപൂർവ്വമായിട്ട് അറിയിക്കുകയാണ്. ആദ്യം തന്നെ ഹല്ലേലൂയ സ്തോത്രം. ഒരു ദൈവദാസൻ എന്നതിലുപരി ഹല്ലേലൂയ സ്തോത്രം ഇന്നലെ രാത്രികാലം ഇങ്ങനൊരു കർത്തവ്യം എന്നിലേക്ക് ഹല്ലേലൂയ അസൈൻ ചെയ്തപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഞാൻ ആദ്യമായി ചിന്തിച്ച ഒരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ചില നാളുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ജീവിതത്തിന്റെ വേറൊരു മേഖലയിലാണ് ഇപ്പോൾ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ബീര ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ MDiv ഇംഗ്ലീഷ് ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് കേട്ടിട്ടുണ്ട് ദൈവവചന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് സമയത്തിലും അസമയത്തിലും എപ്പോഴും ദൈവവചന പ്രഘോഷണത്തിന് അല്ലെങ്കിൽ ദൈവവചനം പങ്കുവയ്ക്കാനായിട്ട് ഒരുങ്ങിയിരിക്കണം എന്നുള്ള ഒരു മെസ്സേജ് ഞാൻ കൊച്ചിലെ മുതലേ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. പ്രിയ എൻ്റെ അധ്യാപകർ അല്ലെങ്കിൽ എൻ്റെ ദേവദാസന്മാർ ദൈവവചന പ്രഘോഷണത്തിനായിട്ട് ഒരു സന്ദേശം പങ്കുവയ്ക്കാൻ ഒരവസരം തരുമ്പോൾ അതിനായിട്ട് ഞാൻ റെഡിയാകേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. അത് ദൈവനിയോഗമായി ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ട് എന്നോട് കർത്താവ് ഞങ്ങളെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് ദൈവവേലയിൽ ഇപ്രകാരമായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് കണക്കാക്കിക്കൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ലഭിച്ച നിയോഗത്തിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നമ്മുടെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വചനം വായിക്കാം. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 1-ാം വാക്യം. ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. നാം ഇപ്രകാരമാണ് വായിച്ചു കേട്ടത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. നമുക്ക് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം തലകളെ മുടക്കാം, കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹാനിത്യനും പരിശുദ്ധനുമായ സ്വർഗ്ഗീയ പിതാവേ, മനോഹരമായ കർത്താവെ, ദൈവവചന ധ്യാനത്തിനായി ഈ അവസരത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വായിച്ച വാക്യത്തെ കർത്താവെ അനുഗ്രഹിക്കണമേ. സംസാരിപ്പാൻ എൻ്റെ നാവിനെ ബലപ്പെടുത്തണമേ. കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നാഥ അനുഗ്രഹിക്കണം. ഈ കർത്താവ്യ സന്ദേശം അടിയന് മാത്രമല്ല ഈ കേൾക്കുന്ന ജീവിതങ്ങൾക്ക് വലിയ നന്മയ്ക്ക് അനുഗ്രഹം കാണുന്നതിന് സ്വർഗത്തിൽ അപ്പാടുന്ന് സഹായിക്കണം. സംസാരിപ്പാൻ പിന്നെയും നാഥ ബലപ്പെടുത്തുന്ന അങ്ങയുടെ കരങ്ങളിൽ നാഥ അടിയനെ വഹിക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ താഴ്മയോടെ യാചിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമുള്ള സ്വർഗ്ഗപിതാവാൻ ദൈവമേ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഈ വചന സന്ദേശത്തിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഒരു ചെറിയൊരു അനുഭവ സാക്ഷ്യം അല്ലെങ്കിൽ ഒരു നന്ദി വാക്യം മാത്രം കർത്താവിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊക്കെ അറിയുന്ന പോലെ സ്തോത്രം, പ്രിയ ദേവദാസനും ഞാനും ഞങ്ങളൊരു നാട്ടുകാരാണ്, അയൽവാസികളാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടുമെന്ന് പലപ്പോഴും ഞാൻ വിചാരിച്ചൊരു കാര്യമേ അല്ല. ദേവദാസന് എനിക്ക് ഇവിടെ ഡൽഹിയിൽ കടന്നു വരുന്നതിന് മുന്നേ അങ്ങനെ ഒരു പരിചയമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എങ്കിലും ഇവിടെ കടന്നു വരുവാൻ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് സഹായിച്ചു. പിന്നെയും കൂട്ടായ്മയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചു. അതുപോലെ തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഞാനിവിടെ ഒരു നേഴ്സായിട്ട് എയിംസിൽ ജോലി ചെയ്യുകയാണെങ്കിലും എൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞ നാളുകളിൽ ദൈവവചനവുമായി അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി ദൈവത്തെ ശുശ്രൂഷിച്ച ഒരു തലമുറയുടെ ഒരു പിൻതലമുറക്കാരിയായിട്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ആണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം എൻ്റെ പിതാക്കന്മാർ ഹല്ലേലൂയ സ്തോത്രം കാര്യങ്ങളിലെ ഈ ദൈവവചനത്തെ എൻ്റെ തലമുറയിലും ഹല്ലേലൂയ സ്തോത്രം ഉയർത്തുവാൻ ആ ദൈവത്തിന് ഈ വചനത്തിന് സാക്ഷിയായി നിങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഇപ്രകാരം ദൈവവചനവുമായി ആയിരിക്കാൻ കർത്താവ് എനിക്ക് തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞാൻ പല വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഉരുവിടുന്ന ഒരു വചനമാണ് കർത്താവിൻ്റെ ദയ എന്നേക്കും ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകുമെന്ന് ആ ദൈവവചനത്തിൽ വായിക്കുന്ന പ്രകാരം
ഞാൻ പലപ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ നാളിൽ എൻ്റെ പിതാക്കന്മാരിൽ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയെല്ലാം അങ്ങനെ ഉള്ള ഗ്രാൻഡ് ഫാദർ ആ ഒരു തലമുറ ജനറേഷൻ തൊട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരുന്നു. അങ്ങനെയെങ്കിൽ അവരോട് കാണിച്ച ദൈവനീതി അല്ലെങ്കിൽ അവർക്ക് ദൈവം കൊടുത്ത കൃപ, നന്മകൾ, അനുഗ്രഹങ്ങൾ ഈ തലമുറയിലും എന്നോടും കർത്താവ് കരുണ കാണിക്കുമെന്ന് ഞാൻ വാസ്തവമായി വിശ്വസിക്കുന്നു. അതിനൊരു പ്രതിഫലം മാത്രമാണ് ഇന്ന് പോലക്കാലം ദൈവവചനവുമായി നിങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന വളരെ സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട്. അധികം സമയം മുഹൂരിക്കെടുക്കാതെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് പിന്നെ നമുക്ക് മടങ്ങി വരാം. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഇന്നത്തെ ദൈവവചന ചിന്തയുടെ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെ ജീവിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അനുകാരികളാകുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ദൈവവചന ചിന്തയുടെ വിഷയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇതിന്റെ ആരാണ് എഴുതിയെന്ന് നമ്മൾ ഈ വചനത്തിൽ നിങ്ങൾക്ക് അറിയാം. അതിന്റെ 1 കൊരിന്ത്യർ 1-ാം അധ്യായം, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ ആദ്യ വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്: ദൈവേഷത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്ഥനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എഴുതുന്ന ഒരു ദൈവവചനമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതിന്റെ ലേഖന കർത്താവ് എന്ന് പറയുന്നത് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസാണ്. ഇത് എവിടെ നിന്നാണ് ഈ ലേഖനം എഴുതിയെന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഇത് എഫെസോസിൽ ഇരുന്നു കൊണ്ട് പ്രിയ ദേവദാസൻ 3-ാം മിഷണറി യാത്രയിലായിരുന്നപ്പോൾ പ്രിയ കൊരിന്തിലെ ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് വേണ്ടി എഴുതിയ ഒരു ദൈവവചനമാണെന്ന് നമുക്ക് ഇതിനെ കാണാം. 2-ാം മിഷണറി യാത്രയിലാണ് എൻ്റെ അറിവ് ശരിയെങ്കിൽ പൗലോസ് ഈ കൊരിന്തിലെ സഭ സ്ഥാപിക്കുന്നത്. എന്നാൽ അതിനുശേഷം വളരെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ അല്ലെങ്കിൽ സഭയുടെ മധ്യത്തിൽ വളരെ പ്രതിസന്ധികൾ കടന്നു വരികയുണ്ടായി. അങ്ങനെയെങ്കിൽ താൻ പണിത അല്ലെങ്കിൽ താൻ സ്ഥാപിച്ച സഭയിലെ ദൈവമക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആണ് ഈ ലേഖനം പ്രത്യേകം അവർക്ക് വേണ്ടി എഴുതുന്നത്. ഇതിന്റെ ലേഖനം എപ്രകാരം എഴുതി അല്ലെങ്കിൽ അതിന്റെ സമയ കാലഘട്ടം എന്ന് ഏതാണെന്ന് ചിന്തിച്ചാൽ 57 AD ആണ് ഇതിന്റെ ഒരു ഈ ലേഖനം എഴുതിയ ഒരു കാലഘട്ടമായി നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. പിന്നെ നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ഈ വാക്യത്തിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ആ കൊരിന്തിലെ ആ സഭ അല്ലെങ്കിൽ അവരായിരുന്ന ആ സാമൂഹിക പശ്ചാത്തലം എപ്രകാരമാണ് എന്നും അല്ലെങ്കിൽ ആ സഭ എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കാം. ആ സാമൂഹ്യ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ കൊരിന്തിലെ ആ പട്ടണം എന്ന് പറയുന്നത് വളരെ സമ്പൽ സമൃദ്ധിയുടെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ കറണ്ട് ലൈഫുമായിട്ട് നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് എപ്രകാരമായിരിക്കുന്നു വേണമെങ്കിൽ നമുക്ക് അതോടൊപ്പം തന്നെ വിചിന്തനം ചെയ്യാം. ആ കൊരിന്ത് സഭ എന്ന് പറയുന്നത് വളരെ വ്യാവസായികമായിട്ട് അല്ലെങ്കിൽ ഒരു തുറമുഖ പട്ടണം എന്ന് വേണമെങ്കിൽ പറയാം. വളരെ വ്യവസായത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് നിന്നുകൊണ്ട് വളരെ പണവും സമ്പൽ സമൃദ്ധിയുള്ള ഒരു ജനതയായിരുന്നു. അനേക കച്ചവടക്കാർ അവിടെ കച്ചവടത്തിനായി കടന്നു വരുന്നൊരു അവസരം ഉണ്ടായിരുന്നു. എന്നാൽ അവർ പലപ്പോഴും അവരുടെ പണത്തെ മറ്റ് അസാൻമാർഗികമായ ഒരു വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ അവിടെ ഒരു പ്രസിദ്ധമായ ഒരു ദേവിയുടെ, വീനസ് ദേവിയുടെ അമ്പലം ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെന്ന് നമുക്ക് കാണുവാൻ കഴിയാം. അവിടെ വ്യഭിചാരത്തിനായിട്ട് പോലും അതിനെ ദൈവപ്രീതിക്കായി കണക്കാക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലമാണ് അവിടെ നിലനിന്നിരുന്നത്. അങ്ങനെയെങ്കിൽ വളരെ ഒരു അസാൻമാർഗീയതയുടെ നടുവിലാണ് അവിടുത്തെ സാമൂഹ്യ പശ്ചാത്തലം അന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള ജനമാണ് തീർച്ചയായിട്ടും വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ക്രിസ്തുവിനെ അറിഞ്ഞാൽ ദൈവവിശ്വാസത്തിലേക്ക്, ആ ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ അവരുടെ ഇടയിലും വളരെയധികം പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഉണ്ടായി. നമ്മൾ ഈ 1 കൊരിന്ത്യർ ഈ ലേഖനങ്ങളെ നമ്മൾ തുടർമാനമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ലേഖനകർത്താവ് പല വിഷയങ്ങളെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ സഭയിലെ പല കാര്യങ്ങളെ വ്യക്തമായി അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും ദൈവവിശ്വാസിയുടെ അല്ലെങ്കിൽ സഭയുടെ ഇടയിൽ ഭിന്നതയുടെ അല്ലെങ്കിൽ പ്രയാസത്തിന്, പിണക്കത്തിന്റെ ഒരവസ്ഥ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ അസാൻമാർഗികത അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അവരകന്നു പോകുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു സന്മാർഗപരമല്ലാത്ത ഒരു കാര്യങ്ങൾ, ജീവിതചര്യകൾ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കങ്ങൾ അവരുടെ ഇടയിൽ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ ഒരു വിശ്വാസി സഹവിശ്വാസിയിൽ എന്തെങ്കിലും ന്യൂനത കണ്ടാൽ അവരെ കുറ്റവിചാരണയ്ക്ക് ഏൽപ്പിക്കുക, അവരെ ന്യായം വിധിക്കുക, അങ്ങനെയുള്ള പ്രവണതകൾ ആ വിശ്വാസ സമൂഹത്തിനിടയിൽ നിലനിന്നിരുന്നു. ഇങ്ങനെ ഇപ്രകാരം പല പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിലനിന്ന സാമൂഹിക പശ്ചാത്തലത്തിൽ വിശുദ്ധ പൗലോസ് ഈ ലേഖനം എഴുതുന്നത് പ്രത്യേകാൽ അവരെ അഭിസംബോധന ചെയ്യുന്ന ഈ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് അവർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ താലന്തുകളെ കുറിച്ച് എന്തൊക്കെയാണ് ആത്മാവിന്റെ വരങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് സഫിയ ഈ ലേഖനത്തിലൂടെ എഴുതി പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വൈവാഹിക ജീവിതത്തിൽ ഒരു ഭാര്യയും ഭർത്താവും എപ്രകാരമായിരിക്കണം,
അതുപോലെ തന്നെ സഹോദരിമാർ എങ്ങനെ സഭയിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും പരമപ്രധാനമായി കർത്താവിന്റെ ഹല്ലേലൂയ നാം വായിച്ച ഈ 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ നാം കാണുന്ന പോലെ കർത്താവിന്റെ തിരുമേശ എപ്രകാരം അനുഷ്ഠിക്കണം, അതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ വ്യക്തമായ പല കാര്യങ്ങളെക്കുറിച്ചും പ്രിയ ദേവദാസൻ ഈ ലേഖനത്തിലൂടെ ഹല്ലേലൂയ അവിടെയുള്ള ദൈവമക്കളെ അഭിസംബോധന ചെയ്ത് പറയുകയുണ്ടായി. അപ്പൊ നമുക്ക് കാണാം, നാം ഈ വാക്യത്തിന്റെ മൂല അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെ ജീവിക്കുക എന്നുള്ളതാണ്. നമുക്ക് പിന്നെയും നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ആ വചനത്തിലേക്ക് കടന്നു വരാം. ഇവിടെ ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവിൻ. ഇവിടെ ആദ്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും, ഇത് ആരാണ് പറയുന്നത്? വിശുദ്ധ പൗലോസ് ആണ് ഹല്ലേലൂയ സ്തോത്രം അവർക്ക് ലേഖനം എഴുതിക്കൊണ്ട് പറയുന്നത്. അപ്പോൾ പൗലോസിനെ കുറിച്ച് നമുക്ക് ഒരു മിനിറ്റ് നമുക്ക് ചിന്തിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം കാണുന്നു. വ്യക്തമായിട്ട് ഹല്ലേലൂയ സ്തോത്രം പൗലോസ് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. അതായത് നമുക്ക് കാണാൻ കഴിയും, ഈ പൗലോസിന്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് വളരെയധികം യഹൂദ മതഭക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് നല്ല പരീക്ഷന്മാരുടെ ഒക്കെ പറഞ്ഞ പോലെ വളരെ ഹല്ലേലൂയ സ്ട്രിക്റ്റ് ആയിട്ട് ആ ദൈവവചനത്തെ അല്ലെങ്കിൽ അവരുടെ ആ മത ചിന്തകളെ മതാനുഷ്ഠാനങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു ഈ പൗലോസിന്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം 13-ാം വയസ്സ് മുതൽ തന്നെ പൗലോസ് ആ യഹൂദ മതത്തിന്റെ അടിസ്ഥാനപരമായ ഉപദേശങ്ങള്, വാഗ്വാദങ്ങള്, തർക്കങ്ങള്, അങ്ങനെ പരീക്ഷന്മാരുടെ സന്നിധി സംഘത്തിലും മറ്റും ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഉയർത്തപ്പെടുവാൻ തക്കണം വേണ്ടതായ എല്ലാ ആ വചനങ്ങളുടെ പോയിന്റായിട്ട് കീറി മുറിച്ചുകൊണ്ട് വചനത്തിന് നൂലാമാലകൾ എന്തൊക്കെയാണ് അതൊക്കെയും വളരെ കൃത്യമായിട്ട് ന്യായപ്രമാണത്തെ പഠിച്ചുകൊണ്ട് വളരെ തർക്കത്തിനും വാദത്തിനൊക്കെയും ശേഷിയുള്ളവനായിട്ട് അങ്ങനെ ഒരു ലെവലിലേക്കാണ് പൗലോസ് വളർന്നു വരുവാൻ ഇടയാതിരുന്നാൽ അങ്ങനെ ഒരു ട്രെയിനിങ് ആണ് പൗലോസിന് ലഭിച്ചത്. എന്നാൽ പൗലോസ് ചെയ്തൊരു കാര്യം പിന്നീട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ യഹൂദ മതത്തിൽ നിന്ന് ക്രൈസ്തവ മാർഗത്തിലേക്ക് അന്നത്തെ ഹല്ലേലൂയ സ്തോത്രം ആദിമ നൂറ്റാണ്ടിൽ ആ പെന്തക്കോസ്തിന്റെ ഉണർവിന്റെ സമയത്ത് ജനം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ആ സമയത്ത് ഈ ക്രൈസ്തവ മാർഗത്തിലേക്ക് ആരൊക്കെയാണ് യഹൂദ മതത്തിൽ നിന്ന് കടന്നു പോകുന്നത് അല്ലെങ്കിൽ ക്രൈസ്തവ മാർഗക്കാരായവര് ആരൊക്കെ ഉണ്ടെന്ന് തെരഞ്ഞു പിടിച്ച് അവരെ ഉപദ്രവിക്കുവാനായിട്ട് അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി അവരെ മുടിക്കുവാനായിട്ട് നമ്മൾക്കറിയാം ഹല്ലേലൂയ സ്തോത്രം യാത്ര ചെയ്ത ഒരു പൗലോസാണ് ആ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവുമായിട്ട് ആ വലിയ ദൈവിക ദർശനത്തിൽ അല്ലെങ്കിൽ ആ കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടർ അവിടെ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഈ പൗലോസിന്റെ ഒരു ജീവിതം നമുക്ക് ചിന്തിച്ചാൽ വളരെ ഒരു നാശത്തിന്റെ ഒരു അവസ്ഥ. തീർച്ചയാണ് അദ്ദേഹം മതപ്രകാരം നോക്കുകയാണെങ്കിൽ യഹൂദനാണ്. എങ്കിലും നാം ഇന്ന് നമുക്കറിയാം യഹൂദൻ അല്ലെങ്കിൽ ഒരു അക്ഷരപരമായിട്ട് ഒരു യഹൂദനാണ് അല്ലെങ്കിൽ ഞാൻ അക്ഷരപ്രതി ഓരോ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പൗലോസിന്റെ ജീവിതം നമുക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാം ആ രക്ഷ അല്ലെ ക്രിസ്തു ആ നിത്യതയിൽ നിന്ന് വളരെ അകന്നുപോയ ഒരവസ്ഥയാണ് പൗലോസിന്റെ ഒരു ഭൂതകാലം എന്ന് പറയുന്നത്. എന്നാൽ ഈ പൗലോസിനെ എപ്രകാരം കർത്താവ് പിടിച്ചുവോ ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഒരു വ്യക്തിയെ കർത്താവ് ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു വ്യക്തിയെ കർത്താവിന്റെ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ നിത്യതയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് എപ്രകാരമായിരിക്കോട്ടെ, നിങ്ങളുടെ ഭൂതകാലം എപ്രകാരമായിരിക്കോട്ടെ, എന്നാൽ കർത്താവിന് അതൊരു വിഷയമല്ല. കർത്താവ് എന്താണോ നിന്നെക്കുറിച്ച് അല്ലെങ്കിൽ നിന്റെ ജീവിതത്തെ കുറിച്ച് നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം നീ ക്രിസ്തുവിൽ വരണം എന്ന് കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആകർഷണം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൗലോസിൽ നിന്നുമല്ല, അത് ഏതൊരു പ്രഗത്ഭനായിക്കോട്ടെ, ഏതൊരു നമ്മളൊക്കെ പറയും ഏതൊരു കൊലകൊമ്പനായിക്കോട്ടെ, നിന്റെ ഭൂതകാലമോ ഒന്നുമല്ല കർത്താവിന് വിഷയം. കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ട് എങ്കിൽ നീ ഇപ്പോൾ അയക്കുന്ന സാഹചര്യമല്ല, മറിച്ച് നിന്റെ ഹല്ലേലൂയ സ്തോത്രം നിന്റെ വർത്തമാനകാലം, നിന്റെ ഭാവി, നീ അറിയാത്ത ഭാവിയെ അറിയുന്ന കർത്താവ് തീർച്ചയായിട്ടും ആ നിത്യതയിലേക്ക് കൊണ്ടുവരാൻ കർത്താവിന് നിന്നെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഉദ്ദേശത്തിലേക്ക് കർത്താവ് തീർച്ചയായിട്ടും നിന്നെ കൊണ്ടുവന്നിരിക്കും. അതാണ് നമുക്ക് പൗലോസിന്റെ ഹല്ലേലൂയ സ്തോത്രം ആ ജീവിതത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. പിന്നെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു വചനം വായിക്കുമ്പോൾ നമുക്ക് എത്രത്തോളമാണ് പൗലോസ് കർത്താവിന്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം, നമ്മൾക്ക് വളരെ കുലമഹിമയോ, ചിലർക്ക് പറയാൻ പറ്റും ഞാൻ ഇന്ന കുലത്തിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്തെ ഇന്ന പള്ളിയിലെ ഇന്ന വലിയ ഒരു കുടുംബത്തിലെ ആളാണ്, ഞങ്ങളാണ് പള്ളിക്ക് സ്ഥലം കൊടുത്ത് അല്ലെ. നമുക്ക് നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് പലപ്പോഴും പല പൊങ്ങച്ചമായിട്ട് അല്ലെങ്കിൽ ക്രൈസ്തവ പാരമ്പര്യം പറയുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഇന്ന അല്ലെ തോമസ് ലീഹ നേരിട്ട് വന്ന്
രക്ഷ മാർഗത്തിൽ നടത്തിയ ആ കുടുംബത്തിലെ ആൾക്കാരാണ് ഞങ്ങൾ. ആ പള്ളിയിൽ ഞങ്ങൾ പണ്ട് തൊട്ടേ പോകുന്നവരാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോ ഈ ക്രൈസ്തവ മാർഗത്തിലല്ലേ നിങ്ങളുടെ കൂടെ പാട്ടും പ്രാർത്ഥനയ്ക്കും ഒന്നും വരാൻ കഴിയുകയില്ല എന്ന് പറയുന്ന കാര്യം അങ്ങനെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ നോക്കൂ, എപ്രകാരമാണ് പൗലോസ് പറയുന്നത്. പൗലോസിന്റെ ആ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ വളരെ ഒരു ധനികരും ആയിട്ടുള്ള നല്ലൊരു വ്യക്തിയായിരുന്നു. എന്നാൽ ആ ധനികനായ വ്യക്തി അതൊക്കെയും ചപ്പ ചവറ എന്നെണ്ണി ആ ക്രൈസ്തവ മാർഗത്തിന്റെ ആ മോശ പറയുന്ന പോലെ ആ മിസ്രൈമിലെ അല്ല ധനമാനങ്ങളെക്കാൾ മിസ്രൈമിൽ അവന് ലഭിച്ചേക്കാമായിരുന്ന ആ വലിയ സ്ഥാനമാനങ്ങളെക്കാൾ ആ ക്രിസ്തുവിന്റെ കഷ്ടതയാണ് വലിയ അത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്രിസ്തുവിന്റെ കൂടെ കഷ്ടം അനുഭവിക്കുന്നതാണ് എനിക്ക് വലിയ ധനം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആവലോടെ ആ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ ഒരു മോശ അല്ലെങ്കിൽ ഒരു പൗലോസിനെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ എന്താണ് നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെ ഈ ദിവസങ്ങളായിട്ട് നമ്മുടെ വലിപ്പം നമ്മൾക്ക് ഭൗതികരമായി നമുക്ക് എന്തുണ്ട് എന്നല്ല നമ്മൾ അറിയേണ്ടത്. നമ്മെ തന്നെ നമ്മൾ ആദ്യം പാടിയ പോലെ നമ്മളെ തന്നെ വളരെ വിനയത്തോടുകൂടി കർത്താവേ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഒന്നുമില്ല, ഞാൻ ഏതുമില്ല എന്നുള്ള വളരെ വിനയപൂർവ്വമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെ ഒരു മനോഭാവം അല്ലെ സ്തോത്രം. അതുപോലെ തന്നെ നമ്മൾ കർത്താവേ ഞാൻ ഏതുമില്ല, ഞാൻ ഈ ദിവസങ്ങളായിട്ട് ദൈവനാമത്തിനായിട്ട് ദൈവനാമം മഹത്വത്തിനായിട്ട് അങ്ങയുടെ വേലയ്ക്കായിട്ട് അങ്ങയുടെ സാക്ഷിയായിട്ട് കർത്താവേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു സമർപ്പണ മനോഭാവം പ്രിയമുള്ള ദൈവമക്കളെ ഈ ദിവസങ്ങളായി നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ പൗലോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പൗലോസ് ഹല്ലേലൂയ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ എപ്രകാരമാണ് കർത്താവിനെ കണ്ടുമുട്ടി എപ്രകാരം കർത്താവിന്റെ ദർശനത്തെ ആ ദൈവ ശബ്ദത്തെ കേട്ടുവോ ആ സമയം മുതൽ ആ പൗലോസിന്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പൗലോസ് കംപ്ലീറ്റ് ആയിട്ട് അല്ലെ പൂർണ്ണമായിട്ട് കർത്താവിന് സറണ്ടർ ആകുന്ന ഒരവസ്ഥയുണ്ടായി. ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇപ്രകാരം ചിന്തിക്കുവാൻ കഴിയുമോ? പലപ്പോഴും നമ്മൾ ദൈവിക ശബ്ദം നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നു എങ്കിലും എത്രമാത്രം നമ്മൾ ആ കേട്ട ദൈവവചനത്തിന് മുന്നിൽ അല്ലെങ്കിൽ നമ്മളെ കേൾപ്പിച്ച ദൈവ വിളിക്ക് മുന്നിൽ നമുക്ക് സമർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? ഈ ദിവസങ്ങളായിട്ട് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതും ഇപ്രകാരമാണ്. നമ്മൾ 100% അല്ലെ കംപ്ലീറ്റ് ആയിട്ട് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടത് ആ ഹല്ലേലൂയ സ്തോത്രം ദൈവ വിശ്വാസത്തിന് വേണ്ടി അല്ലെ നമ്മൾ ഏത് മാർഗത്തിലേക്കാണോ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ആ വിളിയിലേക്ക് നമ്മൾ 100% അല്ലെ നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു വില കൊടുത്തുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. നാം വായിച്ച വാക്യത്തിന്റെ ഒരു പദം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് എന്നെ അനുകരിക്കുന്നു, അല്ലെങ്കിൽ നാം ഇപ്രകാരമാണ് കാണുന്നത്, ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ തന്നെ നിങ്ങളും എന്റെ അനുകാരികളാകും. പലപ്പോഴും നാം കേട്ടിട്ടുണ്ട് മിമിക്രി അല്ലെ, മിമിക്രി. ഇതിനകത്ത് മിമിക് എന്നൊരു മൂലപദം കടന്നു വരുന്നുണ്ട്. മിമിക് എന്ന് പറയുന്നത് നാം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കഥാപാത്രത്തെ അല്ലെ ഒരു വ്യക്തിയെ അവരെ ആക്ട് ചെയ്ത് അല്ലെങ്കിൽ അവരെ അനുകരിച്ച് കാണിക്കുകയാണ്. ചിലപ്പോൾ അവരുടെ വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളായിരിക്കാം, അവരുടെ മാനറിസം, അതുപോലെ അവര് മിമിക് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവിൻ. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. ഈ പൗലോസ് വളരെ ആർജവത്തോടു കൂടി വളരെ ശക്തിയോടു കൂടിയാണ് പറയുന്നത്, നിങ്ങൾ എന്നെ പോലെ തന്നെ നിങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരികളാകുവിൻ. നമുക്ക് എത്രമാത്രം നമുക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ കഴിയും, ഞാൻ എന്റെ ക്രിസ്തുവിന്റെ അനുകാരിയാണ്, എന്നെ പോലെ തന്നെ. നമുക്ക് അടുത്തുള്ള ഒരാളോട് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിനോട് പറയാൻ പറ്റുമോ, എന്നെ പോലെ തന്നെ ഞാൻ എങ്ങനെയാണോ ക്രിസ്തുവിനെ അനുകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളും ക്രിസ്തുവിനെ അനുകരിക്കുവിൻ. ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മളൊരു വിചിന്തനം നടത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൂടെ ഞാൻ ഉൾപ്പെടുന്ന ഈ ഒരു സദസ്സിനോട് തന്നെയാണ് ഞാൻ പറയുന്നത്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടില്ലേ? പ്രിയമുള്ള ദൈവമക്കളെ, ഒരു നിമിഷം ചിന്തിക്കുക. കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ഇപ്രകാരം നാം കാണുന്നുണ്ട്. പൗലോസ് പറയാണ്, ഞാൻ എപ്രകാരമാണോ കർത്താവിനെ അനുകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളും എന്റെ അനുകാരികളാകുവിൻ. അങ്ങനെ ഒരു ആർജവത്തിലേക്കാണ്, അങ്ങനെ ഒരു മാതൃകയിലേക്കാണ് നമ്മളും ഈ ദിവസങ്ങളിൽ പൗലോസിനെ പോലെ കടന്നുണ്ട്. പൗലോസ് ഈ വാക്യത്തിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഒരു ഡെസ്റ്റിനേഷൻ, അതായത് ക്രിസ്തു എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് കാണുവാനുള്ള അല്ലെങ്കിൽ യാത്ര ചെയ്യുവാനുള്ള ഒരു മാപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അനുകരിക്കാം, ഞാൻ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വഴി മാത്രമാണ്. എന്നാൽ നിങ്ങൾ എന്നെ അനുകരിക്കുന്നതോടൊപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, നിങ്ങൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് ലക്ഷ്യമാക്കേണ്ടത്?
പലപ്പോഴും നാമൊക്കെ വായിച്ചു പോകുന്ന ഒരു വാക്യമാണ്, ഹല്ലേലൂയ സ്തോത്രം, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രിയമുള്ള ദൈവമക്കളെ, ആ സ്ഥിരതയോടെ ആ ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ നമുക്ക് എപ്രകാരം ഈ ദിവസങ്ങളിൽ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഒരു നിമിഷം കൂടി നമ്മളെ തന്നെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ വാക്യത്തിലൂടെ നമുക്ക് പിന്നെയും നമുക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ആദ്യമായിട്ട് ഇവിടെ പറയുന്ന കാര്യമാണ് ഇമിറ്റേറ്റ് മീ, നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. നമുക്ക് ആദ്യമായിട്ട് 1 കൊരിന്ത്യർ 4:16 കൂടി നമുക്ക് വായിക്കാം. ഇപ്രകാരമാണ് കാണുന്നത്, ആകയാൽ എന്റെ അനുകാരികളാകുവിൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പൗലോസ് വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. നമുക്ക് പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ പൗലോസിന്റെ ജീവിതത്തിൽ, കാരാഗൃഹവാസം, അങ്ങനെ അനേക പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ പൗലോസിന്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുകയുണ്ടായി. എന്നാൽ അതിന്റെയൊക്കെ മധ്യത്തിൽ തളർന്നു പോകാതെ താൻ ഏത് മാർഗത്തെയാണ് അറിഞ്ഞത്, ഏത് ക്രിസ്തുവിനെയാണ് രുചിച്ചറിഞ്ഞത്, ആ ക്രിസ്തുവിന് വേണ്ടി അന്ത്യത്തോളം അവസാന ശ്വാസം വരെ കൊടുക്കുവാനായിട്ട് വില കൊടുത്ത ഒരു പൗലോസിനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് പൗലോസ് വളരെ ശക്തിയോടുകൂടി, വളരെ അർജവത്തോടുകൂടി ഇങ്ങനെ ഇപ്രകാരം പറയുകയാണ്, നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരാകുകയും. അതുപോലെ തന്നെ ആ കൊരിന്തിലെ സഭയോട് പിന്നെയും പറയാനൊരു കാര്യമുണ്ട്. ആ ദൈവ വിശ്വാസികളല്ലേ, അവിടെയുള്ള കൊരിന്തിലെ സഭയിലെ ദൈവമക്കൾക്ക് ഒരു വിചാരമുണ്ടായി, ക്രിസ്തുവിലേക്ക് കടന്നു വന്നു, അല്ലെ ക്രൈസ്തവ മാർഗത്തിലേക്ക് കടന്നു വന്നു, ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലെ ക്രൈസ്തവ മാർഗം എന്ന് പറയുന്നത് എന്തും ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് ആയിട്ട്, ഒരു ലേബലാക്കി, അല്ലെങ്കിൽ ഒരു മറയാക്കി കൊണ്ടു നടക്കുന്ന ഒരു സമൂഹമല്ലേ, ഒരു വിശ്വാസ സമൂഹമല്ലേ നമുക്ക് ചുറ്റുമുള്ളത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ള ദൈവമക്കളെ, ക്രിസ്തുവിലേക്ക് കടന്നു വന്നു, അല്ലെങ്കിൽ ഞാൻ ദൈവവിശ്വാസിയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാനൊരു സഭയിൽ കൂടി വരുന്നതാണ് എന്ന് ഉള്ള ഒരു കാര്യം കൊണ്ട് നമുക്ക് എന്തും ചെയ്യാം. അല്ലെ സഭയിൽ കടന്നു വരാത്ത സന്ദർഭങ്ങളിൽ നമുക്ക് എന്തും ചെയ്യാം. അല്ലെങ്കിൽ ആരും എന്നെ കാണുന്നില്ലല്ലോ, ഞാൻ എന്തോ എനിക്ക് കിട്ടി, എനിക്ക് വലിയ കൃപയുണ്ട്, കൃപാവരമുണ്ട്, ഇനി എനിക്ക് തോന്നുന്ന പോലെ ജീവിക്കാം, അങ്ങനെ ഒരു മനോഭാവമാണോ നമുക്ക് ഉണ്ടാകേണ്ടത്? തീർച്ചയായിട്ടും അല്ല ദൈവമക്കളെ. കർത്താവ് എന്താണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? മത്തായി 16:24 നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 16:24 വാക്യം ഇപ്രകാരമാണ് കാണുന്നത്. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഓരോരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇപ്രകാരമാണ് നാം കാണുന്നത്, ഒരുവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവാൻ ഇച്ഛിച്ചാൽ, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്താണ് നാം ഇതിൽ നിന്ന് കാണുന്നത്? പലപ്പോഴും ഈ ക്രൈസ്തവ മാർഗം എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുന്നത് പോലെ പലപ്പോഴും പട്ടുമെത്തയുടെയോ അല്ലെങ്കിൽ ആ പൂവിരിച്ച ഒരു മെത്തയുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വഴിത്താരകളുടെ ഒരു അനുഭവമല്ല. പല പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം, അല്ലെങ്കിൽ അതൊക്കെ നാം ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. എന്നാൽ ആ കഷ്ടതകൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ വിളിച്ചിരിക്കുന്നതും അതിന് തന്നെയാണ്. ക്രിസ്തുവും നമ്മളോട് അത് തന്നെയാണ് പറയുന്നത്, എന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ ക്രിസ്തു നമ്മളെ കുറിച്ച് എപ്രകാരം കർത്താവിന്റെ സന്നിധിയിൽ, അല്ലെ ദൈവിക പദ്ധതിയിൽ നമ്മൾ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ എപ്രകാരം നമ്മൾ കർത്താവിനെ അനുകരിക്കണം എന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു, ചില വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നാം ഈ കരങ്ങളിൽ എഴുതുന്ന ഈ ദൈവവചനത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഒരിക്കൽ കൂടി നമ്മൾ പിന്നെയും നമ്മുടെ ചിന്തകളെ അതിലേക്ക് തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇപ്രകാരം കർത്താവ് നമ്മോട്, ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോകുന്നതിന് മുന്നേ ആയിട്ട് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ ഈ ലോക ശുശ്രൂഷയിൽ സഭയെ അല്ലെങ്കിൽ ദൈവമക്കളോട് വ്യക്തമായി പറഞ്ഞ, അല്ലെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഈ വർത്തമാന കാലഘട്ടത്തിൽ പലപ്പോഴും ചില പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ അല്ലെങ്കിൽ ചില പിണക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ലാസ്റ്റ് സൺഡേ കേട്ട പോലെ പലപ്പോഴും നിസ്സാര കാര്യത്തിൽ പലരോടും നമുക്ക് പിണങ്ങേണ്ട അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവ് നമ്മോട് എന്താണ് പറയുന്നത്? ഈ 1 കൊരിന്ത്യർ ആ ലേഖനത്തിൽ തന്നെ പരമപ്രധാനമായ ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയും, സ്നേഹമാണ് ഏറ്റവും വലിയത് എന്നുള്ള ഒരു ദൈവവചനം അവിടെ കാണുന്നുണ്ട്.
വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്ന് നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. തീർച്ചയായിട്ടും ഈ ലേഖനത്തിലൂടെ പൗലോസ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സഹവിശ്വാസികളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, അല്ലെങ്കിൽ നമ്മളോട് ചുറ്റുമുള്ള സഹജീവികളോട് അനുകമ്പയും സ്നേഹമുള്ളവരായി നമ്മൾ ഈ ദിവസങ്ങൾ ആ ദൈവ സ്നേഹം മറ്റുള്ളവരെ പ്രദർശിപ്പിക്കുന്ന ഒരു കർത്താവിന് നല്ല പാത്രങ്ങളാക്കി, കർത്താവിന്റെ ഹല്ലേലൂയ, സ്തോത്രം, നല്ല സാക്ഷികളായിട്ട് നമുക്ക് ദിവസങ്ങളായിട്ട് മുന്നേറാം. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം നമുക്ക് ചിന്തിക്കാം. മത്തായി 11:29 ഇപ്രകാരം കാണുന്നു: ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടത്. ഇവിടെ എന്താണ് പറയുന്നത്? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. ഒരിക്കൽ കൂടി നമുക്ക് നമ്മെ തന്നെ ചിന്തിക്കാം. കർത്താവെ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണല്ലോ, നാഥ, അങ്ങയുടെ സ്വഭാവം എന്നിൽ ഉണ്ടാകണം. എന്നാൽ പലപ്പോഴും എത്രമാത്രം സൗമ്യത നമുക്കൊന്ന് ചിന്തിക്കാം. ആ സൗമ്യതയുടെ ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു നേച്ചർ നമുക്കുണ്ടോ എന്ന് നമ്മളെ തന്നെ നമുക്ക് വിചിന്തനം ചെയ്യാം. അതുപോലെ തന്നെ ഉണ്ട് താഴ്മയും ഉള്ളവനാകിയാൽ. നമ്മൾ കേട്ടതുപോലെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ചിന്തിച്ച കാര്യമാണ്, ദൈവസന്നിധിയിൽ ഒരു താഴ്മയുടെ ഒരു മനോഭാവം, ഒരു വിനയത്തിന്റെ മനോഭാവം പ്രിയമുള്ള ദൈവമക്കളെ നമുക്ക് ഈ ദിവസങ്ങളായിട്ട് ഉണ്ടാകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. പിന്നെയും നാം ഇപ്രകാരം കാണാം. റോമർ 8:29 നമുക്ക് മറിക്കാം. ആ പേജുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിക്കാം. റോമർ 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്രകാരം പിന്നെ നമുക്ക് അതിന്റെ 13-14 ഇപ്രകാരം നാം കാണുന്നു: നമുക്കതിന്റെ 13 കൂടെ ചേർത്ത് വായിക്കാം. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്ക, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. പ്രിയമുള്ള ദൈവമക്കളെ, നാം കേട്ടതുപോലെ നമ്മൾ ക്രൈസ്തവ വിശ്വാസികളായി, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ രക്ഷിക്കപ്പെട്ടു അല്ലെ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള മാർഗങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് ബോധിച്ച പോലെ നമ്മുടെ മനസാക്ഷിക്കൊത്ത പോലെ ജീവിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഈ ലോകത്തോട് തന്നെ അല്ലെങ്കിൽ ദൈവ വിശ്വാസികളുള്ള ഈ വലിയ സമൂഹത്തോട് കർത്താവ് വിളിച്ചു പറയുന്ന പ്രിയ പൗലോസ് വിളിച്ചു പറഞ്ഞൊരു സന്ദേശമുണ്ട്: കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കണം. അതുപോലെ തന്നെ മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. പലപ്പോഴും നാം കാണുന്നത് പോലെ, നമ്മൾ ചിന്തിച്ച പോലെ നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിനെ വിനയപ്പെടുത്താൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ പിണക്കത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പലപ്പോഴും ഈ ജഡത്തിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മോഹങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ വിചാരങ്ങളിലൂടെയാണ് പലപ്പോഴും പാപം നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നത്. നമ്മൾ ആദ്യം ഒരു ചെറിയ എന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിനോടൊരു അട്രാക്ഷൻ തോന്നും. പിന്നെ അതൊരു മോഹമായിട്ട് അല്ലെങ്കിൽ വളരെ അതിന്റെ ഇന്റൻസിറ്റി കൂടി വന്ന് അൾട്ടിമേറ്റ്ലി അതൊരു പാപമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കുകയും അതൊരു ചിലപ്പോൾ നമ്മുടെ ഒരു നോട്ടമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തികളാകാം, അല്ലെങ്കിൽ വാക്കുകളാകാം. അവയ്ക്ക് നിസ്സാരം എന്നുള്ള ലെവലിലേക്കാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പിശാച് ഒരുവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടിടുന്നത്. എന്നാൽ അതിന്റെ വിത്ത് അല്ലെങ്കിൽ അതിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ നിത്യത, അതിൽ നിന്ന് നമ്മെ അകറ്റുക എന്നുള്ള വലിയൊരു ഒരു നാശത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, ഇപ്രകാരം നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെ നമ്മളെ തന്നെ ഈ ദിവസങ്ങളായി വിചിന്തനം ചെയ്യേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാതകളെ ക്രമീകരിക്കേണ്ടതുണ്ട്. കർത്താവ് പറയുന്ന പോലെ എപ്പോഴും നമ്മുടെ മാർഗനിർദ്ദേശം അല്ലെങ്കിൽ എപ്രകാരമായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്? തീർച്ചയായിട്ടും ഈ ദൈവവചനത്തിൽ ഊന്നിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, നിന്റെ വചനം എന്റെ പാതയ്ക്ക് ദീപം അല്ലെ പ്രകാശമായിട്ട് നമ്മുടെ വഴികളെ അല്ലെങ്കിൽ ദൈനംദിനം നമ്മുടെ ജീവിതത്തെ എന്താണ് മുന്നോട്ട് നയിക്കേണ്ടത്? ഈ ദൈവവചനമാണ് അല്ലെങ്കിൽ കർത്താവിന്റെ വാക്കുകളാണ് നമ്മളെ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കേണ്ടത്. ഓരോ സാഹചര്യങ്ങളിൽ ഈ ലോകപ്രകാരമായിക്കോട്ടെ, നമ്മുടെ കുടുംബ ജീവിതത്തിലായിക്കോട്ടെ, ആത്മീയ ജീവിതത്തിലായിക്കോട്ടെ, ഓരോ ഡിസിഷൻ അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് എടുത്തു വെക്കുമ്പോൾ, കർത്താവെ, അങ്ങ് എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവവചനം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ആ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നാഥ എന്നെ മുൻപോട്ട് പോകുവാൻ അനുവദിക്കാവൂ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കണം നമ്മുടെ ഓരോ ദിവസവും നമ്മൾ തുടങ്ങുന്നതും ഓരോ ദിവസവും നമ്മൾ അപ്രകാരം ജീവിക്കേണ്ടതും ഓരോ ദിവസവും നമ്മൾ അവസാനിപ്പിക്കേണ്ടതും. അങ്ങനെ ഒരു ദൈവവചനത്തിൽ ഊന്നിയ ഒരു ക്രിസ്ത്യ ജീവിതമാണ് തീർച്ചയായിട്ടും ഈ നാളുകൾ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
നമ്മൾ ഇപ്രകാരം കേൾക്കുകയുണ്ടായി. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ജീവിക്കുക, ക്രിസ്തുവിന് അനുകാരികളായി തീരുക. പൗലോസ് പറയുന്നതാണ്, ഞാൻ ക്രിസ്തുവിന് അനുകാരിയായി തീരുന്ന പോലെ നിങ്ങളും എന്നെ അനുകരിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്, എന്താണ് നമ്മൾ ക്രിസ്തുവിനെ പോലെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത? പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പലപ്പോഴും നമുക്കറിയാം, നമ്മളെ ഹല്ലേലൂയ സ്തോത്രം കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ കർത്താവ് നമ്മെ ഹല്ലേലൂയ സ്തോത്രം കണ്ടു. ആ ഒരു നിർണയപ്രകാരം, ആ ഒരു പദ്ധതി പ്രകാരം നമ്മളെ വിളിച്ച് വേർതിരിച്ച് നമ്മളെ ഈ മാർഗത്തിലേക്ക് കർത്താവാക്കി. എന്നാൽ കർത്താവ് എന്താണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ആ ഫിലിപ്പിയർ 3:10 നാം ഇപ്രകാരം കാണുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്ന് എണ്ണുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, വിശുദ്ധ പൗലോസും ഇപ്രകാരമാണ് പറയുന്നത്. ഞാൻ പല കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഭൗതികമായിട്ട് എന്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ മേന്മകൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ക്രിസ്തു നിമിത്തം അതെല്ലാം ചപ്പെന്നും ചവർന്നും എണ്ണുകയാണ്. എന്തുകൊണ്ടാണ്? എന്തായിരുന്നു പൗലോസിന്റെ ലക്ഷ്യം? പൗലോസിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൗലോസിന് വേണമെങ്കിൽ പറയാം, ഞാനൊരു ഹല്ലേലൂയ സ്തോത്രം ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നുള്ളവനാണ്, ഞാൻ റോമ പൗരത്വമൊക്കെ ഉള്ളവനാണ്. എന്നാൽ പൗലോസ് തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. എന്റെ ഈ റോമ പൗരത്വം, അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ നേടിയ ഒരു പൗരത്വത്തെക്കാൾ, ഈ ലോകത്തിൽ ഞാൻ നേടിയ ഒരു അനുഗ്രഹത്തെക്കാൾ ഞാൻ ആശ വെച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പൗരത്വമുണ്ട്. ആ പൗരത്വം എനിക്ക് പ്രാപിക്കണം. അതായിരുന്നു അവന്റെ ആഗ്രഹം. അതുകൊണ്ട് മാത്രമാണ് പൗലോസ് തീർച്ചയായിട്ടും ക്രിസ്തുവിനെ അനുകരിച്ച്, അല്ലെങ്കിൽ ഈ ക്രൈസ്തവ മാർഗത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഊന്നിയ ഒരു ജീവിതം നയിക്കുവാൻ പൗലോസിന് ഇടയായത്. അല്ലെങ്കിൽ അതായിരുന്നു പൗലോസിനെ മുന്നോട്ട് നയിച്ച ഒരു മാർഗ നിർദ്ദേശം, അല്ലെങ്കിൽ ഒരു ചാലക ശക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രിയമുള്ള ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ഈ പൗലോസ് മാത്രമല്ല, നാം ഓരോരുത്തരും അന്ത്യന്യായവിധിയിൽ നമ്മുടെ കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം ഓരോരുത്തരും നിൽക്കേണ്ടവരാണ്. നമുക്കറിയാമല്ലോ, നാം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഓർമ്മയുടെ പുസ്തകം, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഈ ജീവിതത്തിൽ നാം എന്തൊക്കെയാണോ ചെയ്തിരിക്കുന്നത് അതൊക്കെ വെളിവാകുന്ന ഒരു ദിവസമുണ്ട്. അതുപോലെ തന്നെ ആ ജീവപുസ്തകത്തിൽ പേര് കാണാത്ത ഏവനെയും ആ നിത്യ തീപ്പൊയ്ക, നിത്യനാശത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക് തള്ളിയിടുന്ന ഒരു ദിവസം നമുക്കും അഭിമുഖീകരിക്കേണ്ടി വരും. അത് തന്നെയാണ് വിശുദ്ധ യോഹന്നാൻ 1 യോഹന്നാൻ 4:17 നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവർ പ്രകാരം കാണുന്നു. 1 യോഹന്നാൻ 4:17. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഇതിന് ഹല്ലേലൂയ സ്തോത്രം. ഇപ്രകാരമാണ് നാം കാണുന്നത്. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകണം. എന്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കേണ്ടത്? എന്തുകൊണ്ടാണ് നമ്മൾ ക്രൈസ്തവ മാർഗത്തിൽ നടക്കേണ്ടത്? വ്യക്തമായി ഹല്ലേലൂയ സ്തോത്രം മറുപടിയാണ് ഈ വചനത്തിൽ കാണുന്നത്. നമുക്ക് ന്യായവിധി ദിവസത്തിൽ എന്തുണ്ടാകണം? ധൈര്യം ഉണ്ടാകണം. ഹല്ലേലൂയ സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, നാം ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നാം ഈ ലോകത്തിൽ എന്ത് ഭൗതികമായി നേടി, അല്ലെങ്കിൽ നമുക്കൊരു കാറുണ്ടോ, നല്ല വീടുണ്ടോ, നല്ലൊരു ജോലിയുണ്ടോ എന്നുള്ളതൊന്നുമല്ല നമ്മുടെ നിത്യയുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. നീ ഒരു ഫേമസ് ആയിട്ടുള്ള ചർച്ചിൽ മെമ്പർ ആയിരുന്നോ, അല്ലെങ്കിൽ നിനക്ക് ഹല്ലേലൂയ സ്തോത്രം നീ എത്ര മണിക്കൂറുകൾ ആത്മാവിൽ ആരാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എപ്രകാരം നിനക്ക് മേന്മകൾ ദൈവസഭയിൽ, ദൈവത്തിന് വേണ്ടി ഞാൻ അത് ചെയ്തു, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ ഇന്നത് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവ പുസ്തകത്തിൽ അന്ത്യന്യായവിധിയിൽ നിൽക്കുവാൻ നമുക്ക് ധൈര്യമുണ്ടോ? ആ ഒരു ഉറപ്പാണ് നമുക്ക് വേണ്ടത്. ആ ഒരു വിചിന്തനമാണ് ദിവസങ്ങളെ നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും പ്രിയമുള്ള ദൈവമക്കളെ, ഈ സന്ദേശത്തിലൂടെയും ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. ഹല്ലേലൂയ സ്തോത്രം. അന്ത്യന്യായവിധിയിൽ കർത്താവിന്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ ഉറപ്പോടെ ധൈര്യത്തോടെ എനിക്ക് ആ ജീവ പുസ്തകത്തിൽ എന്റെ പേര് കാണും. ഹല്ലേലൂയ സ്തോത്രം. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ കാണപ്പെടും. ആ നിത്യതയിൽ ഞാൻ അവകാശിയായി തീരും എന്നുള്ളൊരു വിശ്വാസവും എന്നുള്ള ഉറപ്പുമാണ് നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കേണ്ടത്. ആ ഒരു നിത്യതയ്ക്ക് വേണ്ടിയാണ് പ്രിയമുള്ള ദൈവമക്കളെ നമുക്ക് ഓടേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ഹല്ലേലൂയ സ്തോത്രം ദൈവവചന ചിന്തനത്തെ ഈ ചിന്തയെ ഞാൻ പ്രകാരം ഹല്ലേലൂയ സ്തോത്രം ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു, നാം ക്രിസ്തുവിനെ പോലെ ജീവിക്കുക. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ പോലെ ജീവിക്കേണ്ടത്? പ്രിയമുള്ള ദൈവമക്കളെ, ക്രിസ്തു എന്താണ് നമുക്ക് കാണിച്ചു തന്നത്? ഹല്ലേലൂയ സ്തോത്രം. 33 തിരുവയസ്സ് നാം പിന്നെയും ചിന്തിക്കുകയാണെങ്കിൽ, ഒരു യൗവനത്തിന്റെ, അല്ലെങ്കിൽ ഒരു ലോകപ്രകാരം എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ല സമയമാണ് യൗവന കാലഘട്ടം എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും നാം അറിയുന്ന പോലെ സാത്താൻ പല രീതികളിൽ ഹല്ലേലൂയ സ്തോത്രം ഉപവാസത്തിന് ശേഷമൊക്കെ ആയിട്ടും പലപ്പോഴും യേശുവിനെ പരീക്ഷിക്കുന്ന അവസരങ്ങൾ ഉണ്ടായി. എന്നാൽ പരീക്ഷകൾ, പ്രലോഭനങ്ങൾ
ക്രിസ്തുവിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവവചനത്തിൽ ഊന്നിക്കൊണ്ട് ആ ദൈവവചനം പറഞ്ഞുകൊണ്ട് തന്നെ ആ പിശാചിനെ ഖണ്ഡിച്ചുകൊണ്ട് ആ ദൈവത്തിൽ സ്തോത്രം, ആ ദൈവ ഭയത്തിൽ താൻ ഏത് ദൗത്യത്തിന് വേണ്ടിയാണോ ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, ആ ദൗത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് ആ ക്രിസ്തുവിന് സാധിച്ചു. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കുന്ന ദൈവമക്കൾ എന്ന് പറയുന്ന നമുക്ക് ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലും പിശാച് ഇതുപോലെ പല പ്രലോഭനങ്ങൾ കൊണ്ടിടാം. പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുവാനായിട്ട് പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിടാം. എന്നാൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കേവലം നൈമിഷികമായ അല്ലെങ്കിൽ ക്ഷണികമായ സുഖങ്ങളെക്കാൾ, സന്തോഷങ്ങളെക്കാൾ ഉപരി നിത്യത, നിത്യമായ സ്നേഹം, ആ നിത്യമായ സന്തോഷത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചത്. ആ കർത്താവ് ആ തിരു രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞത്, ആ രക്തത്തിന്റെ വില, ആ രക്തം എന്താണ് ഹല്ലേലൂയ, എപ്രകാരമാണ് കർത്താവ് നമുക്ക് വേണ്ടി വില തന്നത് എന്നുള്ള ആ വിലയെ ഒരിക്കലും നമ്മൾ തുച്ഛീകരിക്കരുത്. ആ കർത്താവ് നമുക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ ആ അവസാനത്തുള്ളിൽ ചോര വരെയും ചൊരിഞ്ഞതെങ്കിൽ ആ ഒരു രക്തത്താൽ വീണ്ടും കൂടെ നമ്മൾ ആ രക്തത്തിന് ഹല്ലേലൂയ വില കൊടുക്കണം. കർത്താവെ, അങ്ങ് എന്നെ രക്ഷിച്ചതാണെങ്കിൽ ഇനിയും ആ പാപമാർഗത്തിലേക്ക് കടന്നു പോകാനല്ല, ആ നിത്യത്തിലേക്ക് ഹല്ലേലൂയ അവകാശിയാകാതെ പിന്നെ നരകത്തിലേക്ക് പോകാനല്ല നാഥാ ഞാൻ ആഗ്രഹിക്കുന്നത്. ആ കർത്താവിന്റെ നിത്യതയിൽ എന്നെയും അവകാശിയാക്കണേ. എന്നെയും കർത്താവെ അങ്ങനെ രാജ്യത്തിന് അല്ലെങ്കിൽ പൗരത്വം തന്ന കർത്താവെ, ആ സ്വർഗരാജ്യത്തിൽ അങ്ങയുടെ നിത്യത്തിൽ അങ്ങോടൊപ്പം ചിലവഴിക്കാൻ കർത്താവ് അടിയനെയും കുടുംബത്തെ സഹായിക്കണമെന്ന് പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളുടെ പാട്ടുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, ഹല്ലേലൂയ, നമ്മുടെ ദൈവവചന ധ്യാനം എല്ലാം ദൈവനാമ മഹത്വത്തിനായി. കർത്താവെ, ഞാനല്ല വലിപ്പപ്പെടേണ്ടത്, കർത്താവെ എന്റെ വലിപ്പമല്ല കാണേണ്ടത്. നാം ഇപ്രകാരം പാടുന്നല്ലോ. ഹല്ലേലൂയ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാൽ എന്നെ നിറയ്ക്കണമേ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാൽ എന്നെ നിറയ്ക്കണമേ, എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ, പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടേ. സ്തോത്രം. കർത്താവിനെ സ്നേഹിപ്പാൻ, ദൈവവചനത്തെ ധ്യാനിപ്പാൻ അതിനുവേണ്ടി അവസരം ഒരുക്കി തരുന്ന പ്രിയ കർത്തദാസനോട് സഭയ്ക്കുള്ള നന്ദിയും അറിയിക്കുന്നു. തുടർന്നും നിങ്ങൾ അടിയനെയും അടിയന്റെ കുടുംബത്തെയും പ്രത്യേക അടിയന്റെ ദൈവവചന പഠനത്തിലായിരിക്കുന്നല്ലോ, ആ പഠനത്തിൽ നല്ലൊരു പൂർത്തീകരണം കർത്താവ് തരുവാൻ, അതുപോലെ തന്നെ ദിവസങ്ങളെ പഠിക്കുന്ന വചനമെല്ലാം ഹൃദയസ്ഥമാക്കുവാൻ കർത്തവ്യപ്രകാരം ദൈവവേലയിൽ ഞങ്ങളെക്കുറിച്ച് കുടുംബമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്രകാരം ദൈവത്തിന്റെ വിളിയിലേക്ക് ഞങ്ങളായി തീരുവാനായിട്ട് പിന്നെയും നിങ്ങളുടെ ഓരോരുത്തരും പ്രാർത്ഥന ചോദിക്കുന്നു. പിന്നെയും കർത്താവ് നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ ഇരുന്നോളുന്നു. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആയിരിക്കുവിൻ. ക്രിസ്തുവിൻ്റെ അനുകാരികൾ ആകുക. അവസാനമായിട്ട് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ന്യായവിധി ഉണ്ട്, ന്യായവിധി ഉണ്ട്. അതിൻ്റെ ഭീകരത എന്ന് പറയുന്നത് അത് നമ്മിൽ തുടങ്ങിയാൽ അഭക്തന്റെ ഗതി എന്താകും? ആരിൽ തുടങ്ങും? എന്നിൽ. സ്തോത്രം. എപ്പോഴും ഓർത്തോണം, എന്നിൽ എന്ത് തുടങ്ങും? ന്യായവിധി തുടങ്ങും. ഞാൻ ചിന്തിച്ചു കൂട്ടുന്നത്, ഞാൻ പ്രവർത്തിച്ചു കൂട്ടുന്നത് എല്ലാറ്റിനും എന്നിൽ ഒരു ന്യായവിധി തുടങ്ങും. സ്തോത്രം. അതിനെ കണ്ടുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? സ്തോത്രം. ഫൈനൽ ഡേയിൽ, അവസാന ന്യായവിധിയിൽ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ അനുകാരികൾ ആയിരിക്കണം. പൗലോസ് പറഞ്ഞതുപോലെ, ധൈര്യമായിട്ട് പറഞ്ഞതുപോലെ നമ്മൾ പറയണം, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയാണ്. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ മുൻപാകെ കാട്ടുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.
സ്തോത്രം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ആരാധന വൈൻഡപ്പ് ചെയ്യാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. കേൾപ്പിച്ച ദൈവവചനത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം സംസാരിക്കുവാൻ പ്രിയ കർത്തദാസിയെ ദൈവം ഉപയോഗിച്ചതോർത്ത് കർത്താവിന് നന്ദി പറയാം. വീണ്ടും കുടുംബമായി ദൈവവരെ കർത്താവിൻ്റെ മഹത്വകരമായിട്ടുള്ള വേലയിൽ ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ ആഴങ്ങൾ വീണ്ടും വെളിപ്പെടുത്തുവാനുള്ള വേദികൾ ദൈവം ഒരുക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കുവാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ പ്രിയ ഷൈജു ബ്രദർ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, അനുഗ്രഹപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്ന അപ്പച്ചാ, ഈ പരിശുദ്ധ പാക്കാരത്തോട് കർത്താവെ സഭായോഗത്തോടനുബന്ധിച്ച് ഞങ്ങൾ അങ്ങയുടെ പാതപിടത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നല്ലോ. ദൈവമേ, ഞങ്ങൾ കടന്നു വന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ അങ്ങയുടെ തിരുമാറുവിലായിരിക്കും, അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കാൻ സഹായിച്ചവന് നന്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾക്ക് പാടുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിനെ അങ്ങ് ആരാധിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നല്ല സങ്കീർത്തന പ്രഭവം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നല്ല സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കുവാൻ ഇടയായി തീർന്ന സ്തോത്രം ചെയ്യുന്നു. അപ്പച്ചാ, സാക്ഷ്യങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങളുടെ അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച ഓരോ വ്യക്തികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമായി തീരാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവസാന കർത്താവേ, ഒരാഴ്ചക്കാലം ജീവിക്കേണ്ട വചനം തന്റെ ദാസിയിലൂടെ ഞങ്ങൾ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. വചനപ്രകാരം ജീവിക്കുവാൻ, അങ്ങയുടെ അനുകാരിയായി ജീവിക്കുവാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ദൈവമേ ഞങ്ങൾ ഒരുക്കിയെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ന്യായവേദി ഞങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തിക്കൊണ്ട് ദേശങ്ങളിൽ കടന്നുപോയി ഈ മഹത്വമുള്ള വേലയ്ക്ക് ചുമല കൊടുക്കുവാൻ സഭയായി ഞങ്ങളെ ഒരുക്കിയെടുക്കാൻ സഹായിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദേവദാസനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തിൽ നിലനിർത്തി കൃപയ്ക്കായി സ്തോത്രം. ശക്തമായി ഞങ്ങളുടെ നാമത്തെ ഉയർത്തിക്കൊണ്ട് അനേകരെ ജീവന്റെ പാതയിലേക്ക് നേടുവാൻ സ്വർഗമേ തന്റെ ദാസനെ കുടുംബം ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷ സന്തോഷിച്ചായ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസൻ ശുശ്രൂഷമൂത്തായിരിക്കുന്നല്ലോ, ആയിരിക്കുന്നിടത്ത് തന്നെ അനുഗ്രഹിക്കണമേ. ആ സഭയെ അനുഗ്രഹിക്കുക, കുടുംബമായ തന്നെ മക്കളെ മരിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച വിശേഷ കുടുംബം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സാമച്ചായനെ അനുഗ്രഹിക്കണ, പൈതങ്ങളെ രണ്ടുപേരെ മാനിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ വിദ്യാഭ്യാസ മേഖല എല്ലാം അനുഗ്രഹിക്കുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സാധുക്കളായി ഞങ്ങളെ സമർപ്പിക്കുന്ന പച്ച കുടുംബമായി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മെറോളുടെ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 8 വാർഡിനെ അനുഗ്രഹിക്കണമേ. ചില ആത്മാക്കളെ കൂടെ, ചില കുടുംബങ്ങളെ കൂടെ നേടുവാൻ ദൈവമേ ആത്മാക്കളെ കൊണ്ട് നിറയുവാൻ സ്വർഗം ഈ ദിവസം ഞങ്ങളെ ഒരുക്കിയെടുക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച നടക്കുന്ന കർത്താവെ ഞങ്ങളുടെ കമ്പനി വർഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആത്മാക്കളും കടന്നു വരണമേ, സവിശ്വാസികളെല്ലാം കടന്നു വരാൻ സഹായിക്കണമേ. ഉപവാസത്തിന്റെ പരിസരത്ത് കർത്താവെ ആത്മാവിന് ശക്തിയോടെ ആരാഴ്ച ബലപ്പെട്ട് ഒരാഴ്ച ഈ 2025 ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ ശക്തി പ്രാപിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു 26 വരവേൽക്കുവാൻ സ്വർഗം ഞങ്ങൾ ഒരുക്കിയെടുക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങൾ കടന്നു പോകുന്ന ഇടങ്ങളിൽ വരുന്ന യാത്രയെല്ലാം യഹോവയുടെ സാന്നിധ്യത്തിൽ ഈ ഒരാഴ്ചക്കാലം ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങനെ ദൂതന്മാരെ കൊണ്ട് മുൻപടിയായ പിൻപടിയായ കാവലുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥന പുരസ്കാരം പിരിയുന്ന പച്ച പിരിയാത്ത സ്നേഹത്തെ നിറച്ചുകൊള്ളണമേ. പ്രാർത്ഥന യാതന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു അപ്പച്ചന്റെ പുനർനാമത്തിൽ താഴ്മോടെ അപേക്ഷിക്കുമ്പോൾ ദേദോന്നി ഉത്തരണമേ. ആമേൻ. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ചതിന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുന്ന നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച് നമ്മളെ വഴിയെടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും ലോകത്തിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഈ പകൽക്കായി ആഴ്ചവട്ട കാലം നമ്മൾ കടന്നു പോകുന്ന പാതകളിലും എല്ലായ്പ്പോഴും നമ്മളോട് കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. എല്ലാവരെയും കർത്താവ് ഐശ്വര്യമായിട്ട്